പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, കരങ്ങൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൽ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ വലിയ മഹനീയ സാന്നിധ്യത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഒരു പ്രാർത്ഥനയാണ്. സത്യസന്ധത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വെളുക്കാൻ തേക്കണത് പാണ്ടാകും. അത് ഉറപ്പായിട്ടും ആകും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം, ഇപ്പോൾ കൊച്ചുതുരസ്യ വർഗീസിൻ്റെ സാക്ഷ്യം എന്താണ് എൻ്റെ മനസ്സിനെ കുലുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭയങ്കര റിമോട്ട് കൺട്രോൾ ഇരുന്നു കൊണ്ട്, അതായത് ഇറ്റലിയിൽ നിന്ന് ചെക്കോസ്ലോവാക്യയ്ക്ക് പോകേണ്ട ഒരു മകളെ, അവൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണ കാണാം. ഈ പ്രേയർ വളർത്തിച്ച് നമ്മൾ ദൈവവുമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി അതിൻ്റെ സാക്ഷാൽ വിശ്വരൂപം കാണിക്കും.
നിങ്ങൾ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ 50% താഴെ ആൾക്കാർ ജനറലായിട്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ്. അതിന് മുകളിൽ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് ഇവിടെ മകളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മകൾക്ക് IELTS കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, പരീക്ഷക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഓഫർ ലെറ്റർ വന്ന കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ജോലിയുടെ അസൈൻമെൻ്റ് കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ച് തരണം ചെയ്ത് അവസാനം രാജ്യം വിട്ടു പോയവർ രാജ്യം വിട്ടു പോയി ഇറ്റലിയിലായി. ഇറ്റലിയിൽ നിന്ന് ഇവർക്ക് ഇനി ചെക്കോസ്ലോവാക്യയിലേക്ക് പോകണം. പക്ഷേ ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, കോവിഡാണ്. അതാണ് പ്രശ്നം. രാവിലെ 10:30 അവർ ചെന്ന് വിമാനത്താവളത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ഇല്ല, ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞു. ചെക്കിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്, ഫ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മകൾ കാറിക്ക് പോയി അമ്മയെ വിളിച്ചു, അമ്മയെ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഞാൻ വെക്കേറ്റ് ചെയ്ത് പോകുന്നതാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല, ഫ്ലൈറ്റ് ഇവിടെ ഇല്ല, ഞാൻ വിമാനത്താവളത്ത് ഒറ്റക്കാണ്, ഇവിടെ ആരുമില്ല, കോവിഡാണ് ഇവിടെ എല്ലാം. കോവിഡായത് കാരണം നമുക്ക് കോവിഡ് കാലത്ത് വെച്ചാൽ മരുഭൂമി പോലെ വിമാനത്താവളം കിടക്കണം, ഒരു മനുഷ്യനുണ്ടാകത്തില്ല, ആരും ആരോട് സംസാരിക്കത്ത് പോലും ഇല്ല, പേടിയാണ്. അപ്പം അതുകൊണ്ട് സംസാരമില്ല, വളരെ ഏസോർണോ സംസാരമേ ഉള്ളൂ. അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവർ ഇറ്റലിയിൽ നിന്നുകൊണ്ട് ഈ മകൾ അമ്മയോട് ഇങ്ങനെ സംസാരിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, എടി ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി കർത്താവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, നീ വെയിറ്റ് ചെയ്യും, 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. അതെന്ത് ഉദ്ദേശത്തിലാണ് എടുത്ത് പറയണത്? ഫ്ലൈറ്റ് ഉണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇവർ പറഞ്ഞ കറക്റ്റ് 4 മണി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും, ചെക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും. ചാർട്ടായിട്ട് ഇവർ കയറിയിരിക്കും സന്തോഷത്തോടെ. ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ട്? 3 പേര്. ആളില്ല. ആ 3 പേരല്ല 30 പേരായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണതാണ്, കാര്യം മുതലാകത്തില്ല. ഈ ചെക്കിലേക്ക് 3 പേരെയും വെച്ചുകൊണ്ട് അതിലൊന്ന് ഇവളാണ്, ബാക്കി 2 പേര് എയർ ഹോസ്റ്റസോ വേറെ ആരാണ്ടാണ്. ഈ ഒരാളെയും വെച്ചുകൊണ്ട് ചെക്കോസ്ലോവാക്യയിലേക്ക് ഫ്ലൈറ്റ് പോകും. ആരാണ് വിടണത്? ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മ വിടണതാണ്. ഇതാണ് ബലമെന്ന് പറയേണ്ടത്. ഇതിനെ പറഞ്ഞ് വെളിപാടെന്ന് പറയും. അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, മകളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ വെയിറ്റ് ചെയ്യുക, പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും, അത് 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഇതെന്തോ ഒരു കൺട്രോളിംഗ് ആണെന്ന് ചോദിക്കുക, കൺട്രോൾ ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കണതൊക്കെ ഇന്ന് സാധാരണ മനുഷ്യന് അനുഭവിക്കുകയും ഇതെങ്ങനെയാണ് വെളിപാട് അവർക്ക് കിട്ടണത്? ഇത് വെളിപാടാണല്ലോ. ഇത് 4 മണിക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ പോണതും അതൊരു നോൺസെൻസ് ഫ്ലൈറ്റാണ്. ഒരാളെയും കൊണ്ട് ചെക്കോസ്ലോവാക്യയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി മാത്രം ചാർട്ട് ചെയ്യുകയാണ്. ദൈവം ഒറ്റ കൈ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, വെളിപാട് നൽകുകയും ചെയ്യും. ഈ വെളിപാട് വരെ എത്താനുള്ള സാധ്യത ഈ ഉടമ്പടിയിലുണ്ട്. അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കല്ല. ബൈബിളിൻ്റെ പോളിസി എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. കൈയടിച്ച് വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന്. നിങ്ങളിൽ പ്രായമുള്ളവർക്ക് എന്താ സംഭവിക്കണത്? സ്വപ്നം കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണും നേരെ മുൻകൂട്ടി. നിങ്ങളുടെ വൃദ്ധന്മാരെ, അതായത് നിങ്ങളിൽ പ്രായമുള്ളവരെ എന്തു ചെയ്യും? അവർ സ്വപ്നങ്ങൾ കാണും, വരാൻ പോകുന്ന സംഭവങ്ങൾ. ദൈവം നമ്മളെ ഇസ്രയേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നപ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ എന്ന് സങ്കീർത്തനം പറയും. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഒരാളിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ്. പക്ഷെ ആ സ്വപ്നം ഉടമ്പടിയിൽ സംഭവിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്വപ്നം കണ്ടാൽ അത് അയാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ അങ്ങനെയല്ല. ഉടമ്പടി യഥാർത്ഥ സംഭവങ്ങളെയും ദൈവ മനസ്സിനെയും വെളിപാടുകളെയും ആത്മനിറവിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സ്വപ്നം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവിക പദ്ധതികൾ, സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്വപ്നതുല്യമായ കാര്യങ്ങൾ. ഇപ്പം നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്നം കാണും ദൈവം.
അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തിൻ്റെ ബേസ് എന്താ? വെളിപാട് സ്വപ്നങ്ങൾ, സ്വപ്ന ഒരു വെളിപാടല്ലേ? അതിൻ്റെ ബേസ് എന്താ? അതിൻ്റെ ബേസ് എന്താണെന്ന് അറിയാതെ ഉടമ്പടി നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റത്തില്ല. സ്വപ്ന വെളിപാടുകളുടെ എന്താണ് ഉടമ്പടിയുടെ ആധാരം? അതിൻ്റെ ആധാരം എല്ലാത്തിനും കീ വേണ്ടേ? നമുക്ക് മുറിയിൽ കീ ഉണ്ട്, കീ കളഞ്ഞു പോയുള്ള അവസ്ഥ അറിയാമില്ല. അതുപോലെ തന്നെ എല്ലാത്തിനും കീ ഉണ്ട്. കാറിനും കീ ഉണ്ട്, ബൈബിളിനും ജീവിതത്തിനും ഒക്കെ കീ ഉണ്ട്. കീവേഡ്, ആ കീവേഡ് ഉടമ്പടി ഒരു കീവേഡാണ്. 14:21 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഏറ്റു പറഞ്ഞ 1 എന്നെ സ്നേഹിക്കുകയും റീഡ് ഇറ്റ്. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവര്, സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവര്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി എടുക്കുന്നവരെന്നതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ? 14:21 അർത്ഥം എന്താണ്? എന്നെ സ്നേഹിക്കുകയും, എന്ന് പറഞ്ഞേ, എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവൻ പറയണത് പോലെ പാലിക്കുകയും ചെയ്യുന്നവരെ. ഉടമ്പടി എടുക്കുന്നവര്, അതാ വിഷയം. ഉടമ്പടി എടുക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരമല്ലാതെ ദൈവവചനം ജീവിക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. ഇപ്പം കറക്റ്റ് വെളിപാടുകൾ, സ്വപ്ന വെളിപാടുകൾ വരെ ആരംഭിക്കുന്നതിന് അടിസ്ഥാനം എന്താണ്? ആദ്യം ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുകയും. ഇപ്പം ഈ ഉടമ്പടിയിൽ എടുക്കുന്ന 50% പേര് പൊട്ടകളാണ്. എന്താ കാര്യം? അവർ ദൈവത്തെ സ്നേഹിക്കണില്ല, അവരവരുടെ ജോലി സ്നേഹിക്കുന്നു, ഇല്ലേ? ആരെങ്കിലും പോയി ലൈൻ അടിച്ച് വെച്ച് അവനെ വശത്താക്കാൻ വേണ്ടി ഒന്ന് ഉടമ്പടി ചെയ്യുന്ന കണ്ടാപ്രയോഗങ്ങളുണ്ട്. അത് തമസ്സറല്ല. എന്നിട്ട് അതല്ല, എന്ത് ധൈര്യമാണ് ഇത് വന്ന് എന്നോട് പറയണത്? ഇപ്പം എന്തൊരു ചങ്കത്തികളായിരിക്കുന്നതൊക്കെ. ആണുങ്ങൾ പറയത്തില്ല, പെണ്ണുങ്ങൾ പറയത്തുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഞാനങ്ങനെ കൺട്രോളിൽ നിന്ന് കളയാതെ മര്യാദക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഇതിനൊക്കെ കൊടുക്കത്തില്ലേ, തലക്കിട്ട് അടിച്ച് കൊടുക്കും. അപ്പം അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. ആ ദൈവഹിതമാണോ? നമുക്കറിയാം കണ്ണിൻ്റെ ദുരാശയാണോ? ശരീരത്തിന് നമുക്കറിയാമില്ല. ഈ പ്രണയമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയകാലങ്ങളിലെ ആധ്യാത്മിക ജീവിതത്തിന് സാധ്യമല്ലാതെ വരും. എന്താ കാരണം എന്നറിയാമോ? പ്രണയകാലം ബേസിക്കായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ കേട്ടോ. പ്രണയകാലം ബേസിക്കായിട്ട് എന്തിൻ്റെ കാലമാണ്? കണ്ണിൻ്റെ ദുരാശയുടെ കാലമാണ്. ശരീരത്തിൻ്റെ അഹന്ത, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ 3 സാധനമാണ്. ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകാരൂപിയിലാണ് ജീവിക്കണേ. അതുകൊണ്ട് എന്ത് പറ്റി? അത് കാരണം എന്തോ ലോകം കടന്നു പോകും. അതിൻ്റെ മോഹഭാവമാണിത് സംഭവം. കാര്യം ഇതിൻ്റെ പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥനാ ജീവിതം പൊളിയായിരിക്കും. അകപ്പടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവനെ അവളെ കിട്ടാനേ പ്രാർത്ഥിക്കത്തുള്ളൂ, വേറെ ഒന്നിനും പ്രാർത്ഥിക്കത്തില്ല. ദൈവഹിതത്തിന് പ്രാർത്ഥിക്കത്തില്ല. നീ പ്രണയിച്ചിരിക്കുന്നവരോടൊന്ന് പറയാമോ ദൈവഹിതം നോക്കാൻ? നോക്കത്തില്ല. അതൊക്കെ ദൈവം ചെയ്തോളും. അത് ഇവരുടെ ഈ ആക്രാന്തം മുഴുവൻ ദൈവത്തിൻ്റെ പേര് കെട്ടിയേൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ദൈവത്തിനെ വശത്താക്കാൻ വേണ്ടി നടക്കുകയാണ് കണ്ടാമൃഗം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ചെന്ന് അകപ്പെട്ട പണി കിട്ടും. ഇതിനൊക്കെ ഒരു കാലമുണ്ടെന്നാണ് ബൈബിൾ പറയണത്. ഇതിനൊക്കെ ഒരു കാലമുണ്ട്. ഇന്നലെ ഒരു +2 കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവളെ അമ്മയാണ് കൊണ്ട് വന്നിരിക്കണത്. അച്ഛൻ ഇവളൊരു പ്രണയത്തിൽ പെട്ടിരിക്കുകയാണ്, ഇവളെ അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചിരിച്ച്. കാര്യം 17 വയസ്സുകാരികളെ ഉപദേശിച്ചാൽ മിക്കവാറും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാര്യം ഇവരുടെയൊക്കെ ഇവർ ഈ 17 വയസ്സിൽ തന്നെ ഈ കച്ചവടം തുടങ്ങിയിരിക്കാൻ കാരണം ഇവരുടെ ബുദ്ധി, മനസ്സ്, ഓർമ്മ, ഉറക്കം എല്ലാം ഇതിൻ്റെ അകത്ത് ഈ ബാക്ടീരിയ, വൈറസ് കയറി പിടിച്ചിരിക്കുകയാണ്. നല്ല വൈറസാണ് ഈ സാധനം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പാടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും? ബന്ധിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിന് ഇവളോട് വല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ, ചിലന് കുഴപ്പം ഉണ്ടാകത്തില്ല, കുഴപ്പങ്ങളുണ്ട്. ചിലനല്ല, എല്ലാത്തിനും കുഴപ്പമുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? ഞാൻ ഇപ്പോൾ 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു വരുന്ന കുഴപ്പമെന്ന് പറയുന്നത് ദൈവത്തിന് 1-ാം സ്ഥാനവുമില്ല, 2-ാം സ്ഥാനവുമില്ല, 3-ാം സ്ഥാനവുമില്ല. പ്രണയവും കാമവും കയറി തലക്കടിച്ച് നടക്കുന്ന കക്ഷികൾക്ക് അവർ ദൈവത്തിന് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ ഒന്നും കൊടുക്കത്തില്ല. മാതാപിതാക്കന്മാർക്ക് സ്ഥാനമില്ല, പിന്നെയാണ് ദൈവത്തിന്.
അവർക്ക് അവരുടെ ആളിനെ മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ഇവർ അകപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പട്ട് കടിച്ച ആൾക്കാരെ പോലുള്ള അവസ്ഥയാണ് എൻ്റെ ഇത് വരുന്നത്. ഇന്ത്യ നോളെ ഒഴുക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ചേട്ടകളും കാണിക്കും. ഇതിനെ ഒന്ന് സംസാരിച്ച് നോക്കി, അവർ വയലൻ്റായിട്ട് കടിക്കാൻ വരും ഉടനെ. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കിടക്കുന്നതാണ്. ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കാര്യത്താൽ ഇത് ഇവൾക്ക് ദോഷമാണെങ്കിൽ ദൈവം അതിർത്ത് മാറ്റും. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ദൈവത്തിന് അവളോട് താല്പര്യം ഉണ്ടാകണം. അതാണ് പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ ആസാൻ അതിനാ പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ പിള്ളേർ ജനിക്കും. ഇപ്പോൾ അവർക്ക് പിള്ളേർ ജനിക്കുമായിരിക്കും, ഒരുമിച്ച് ജീവിക്കുമായിരിക്കും. ഒരുമിച്ച് ജീവിക്കുന്നത് എന്തുമാത്രം പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാത്തിനും പിള്ളേരുണ്ടല്ല. അതൊന്നും ദൈവാനുഗ്രഹമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമോ എന്നാണ് പ്രശ്നം. നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമോ, ജോലി കിട്ടുമോ, ജോലി കിട്ടത്തില്ല, അതൊന്നുമല്ല. ഇതൊന്നും ദൈവം മൈൻഡ് ചെയ്യാത്ത വിഷയമാണ്. അതൊക്കെ എല്ലാവരും കിട്ടും. ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും അതൊക്കെ കിട്ടും. അതിൻ്റെ കേമത്വം, അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കേമത്വമാണ്. ദൈവം എന്നെ ശപിച്ചില്ലല്ലോ, എനിക്ക് പിള്ളേരുണ്ടായല്ലോ, ദൈവം എന്നെ ശപിച്ചില്ലല്ലോ, എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അറേഞ്ച് മാരേജ് ഭർത്താവ് വണ്ടിയിടിച്ച് മരിച്ചല്ലോ, എൻ്റെ ഭർത്താവിന് വണ്ടിയിടിച്ച് മരിച്ചില്ലല്ലോ, കിട്ടിയ കൂടെ ഉണ്ടല്ലോ. ഇതൊന്നും നിങ്ങൾ പറയുന്ന ന്യായമല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിനെ ലോകം എന്നാണ് വിളിക്കണത്. ഈ ലോകം മുഴുവൻ നേടിയാലും അതാ പ്രശ്നം. കർത്താവ് എന്താ പറഞ്ഞത്? ലോകം നേടത്തില്ലെന്നും കർത്താവ് പറഞ്ഞില്ല. ഒരുത്തൻ രാവിലെ വെള്ളത്തിൽ ഒരുത്തിയെ പ്രേമിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരുത്തിനെ പ്രേമിക്കും, വൈകുന്നേരത്തിന് വേറെ ഒരുത്തിനെ പ്രേമിക്കും. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ കലാപരിപാടിയായിട്ട് 3-4 കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്കറിയാം. 3-4 കല്യാണം കഴിച്ച ആൾക്കാർക്ക് അവരുടെ കല്യാണം ഒരു ബിസിനസ് പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്നും നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് സംഭവം. 4th സ്റ്റേജ് 5th സ്റ്റേജൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറയണമെന്ന് നടക്കാണ്ടിരിക്കുന്നുണ്ട്. അവർ ജീവിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, പരീക്ഷ കിട്ടുന്നുണ്ട്, വസ്തു വിൽക്കുന്നുണ്ട്, വീട് വെക്കണില്ല, എല്ലാ പരിപാടിയും ചെയ്യും. ലോകം മുഴുവൻ നേടുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഈ പറഞ്ഞ ലോകം മുഴുവൻ നേടിയാലും മത്തായി 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പൊ ദൈവം എന്താ നോക്കണത്? ഈ ഉടമ്പടി എടുക്കുമ്പോ ആത്മാവ് ഓക്കെ ആണെന്ന് നോക്കത്തുള്ളൂ. അല്ല നിനക്ക് സൗന്ദര്യമുണ്ടാ, ആരോഗ്യമുണ്ടാ, നിനക്ക് ദീർഘായുസുണ്ട്, ഇതൊന്നും ദൈവത്തിൻ്റെ സബ്ജക്റ്റ് പോലും അല്ല. എന്താ കാര്യം? ഇതൊക്കെ ഇപ്പോൾ മണ്ണോട് മണ്ണ് തീരാൻ പോണ കാര്യങ്ങളാണ്. അവർ കുറച്ച് ദിവസത്തിൻ്റെ വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം മണ്ണോട് മണ്ണ് തീർന്ന് അങ്ങോട്ട് തീരാൻ പോണ കാര്യങ്ങളാണ്. ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ദൈവം ബോധറല്ല. പക്ഷേ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ആത്മാവ് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് മാത്രമേ ദൈവം നോക്കത്തുള്ളൂ. നിങ്ങൾ ആത്മാവിനെക്കുറിച്ച് കൃത്യതയെക്കുറിച്ച് ബോധമില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പോയിരിക്കുകയാണ് ബോധം. ആത്മാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധം മൊത്തം പോയിരിക്കുകയാണ്. കാര്യം ബോധം ഉണ്ടായിട്ട് കാര്യമില്ല. പോകാനുള്ളത് നേരത്തെ പോയിരിക്കുന്നു. പിന്നെ കുറച്ച് നാൾ ഇനി ജീവിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ ചത്തും പോകും. ദൈവത്തിൻ്റെ അടുത്ത് എത്തത്തുമില്ല. ഇതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ബുദ്ധിപൂർവമായ ഒരു നിലപാടെടുക്കേണ്ടി വരും. കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് പറയണം. എന്താണ്? ദൈവമേ, എൻ്റെ കണ്ണ് അകപ്പെട്ടിരിക്കുകയാണ്. ഏ സമയത്താണ് ഈ മനുഷ്യനെ കണ്ടെന്നറിയത്തില്ല. പക്ഷേ ഇത് നിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെയ്യുന്നു. എൻ്റെ പേര് സജി, എൻ്റെ മകള് അനറ്റ്. ഞാൻ വരുന്നത് ഇടുക്കി രൂപതയിൽ പണിക്കൻകുടി ഇടവകയിൽ നിന്നാണ്. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ കാരണം എനിക്ക് ഭയങ്കരമായ കടബാധ്യതയും വീട്ടിൽ എപ്പോഴും രോഗങ്ങളും ഒക്കെ ആയിരുന്നു. രോഗങ്ങളൊക്കെ വന്നാണ് കടബാധ്യതകൾ ഒരുപാടായത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ഒരു ചാൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു എന്നാലോചിച്ചു. അപ്പോൾ അങ്ങനെ കൂട്ടുകാരനോടും പറഞ്ഞു, എന്നാൽ നമുക്ക് രണ്ടുപേർക്കൂടെ ഇങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറ്റലിക്ക് പോയാൽ നല്ലതാണെന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നത്. നമുക്കതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമൊന്നുമില്ല, ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല ഏജൻസികളായിട്ട് ബന്ധപ്പെട്ടു, ഒരുപാട് ആൾക്കാരുമായിട്ട് ചോദിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ
ഏജൻസി ആൾക്കാരെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതകളൊന്നുമില്ല. അതെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ഒരു നേഴ്സല്ല, ഒന്നാതെ പ്രായം കൂടുതലായിപ്പോയി, 45 വയസ്സായി, അങ്ങനെ വലിയ വിദ്യാഭ്യാസമില്ല, അങ്ങനെ ഒരു യോഗ്യതയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അത് ഉപേക്ഷിച്ചു, പരിപാടി ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയ ഒരു ഏജൻസിയിൽ നിന്ന്, തൊടുപുഴയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മാൾട്ടയിൽ ഒരു ജോലി, കെയർ ഗീവറായിട്ടൊരു ജോലി ശരിയാക്കി തരാം, 50,000 രൂപ ആദ്യം കൊടുത്താൽ മതി, ബാക്കി പിന്നെ എല്ലാം ശരിയായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് ഇത് പലിശയ്ക്കെടുക്കുന്ന പൈസയാണ്. അപ്പോൾ അവിടെ ചെന്ന് 50,000 രൂപ കൊടുത്തു. അത് അങ്ങനെ കൊടുത്ത് റെഡിയായി. പിന്നെ പലപ്പോഴായിട്ട് ഒരു 2 ലക്ഷം രൂപയോളം അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. 3 മാസം കൊണ്ട് കയറിപ്പോകാമെന്നാണ് പറഞ്ഞത്. 3 മാസമായി, 6 മാസമായി, എന്നിട്ട് അതിനൊരു തീരുമാനവും ഇല്ല. അവർ ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി. നേരിട്ട് ഓഫീസിൽ ചെന്ന് കഴിയുമ്പം അവരെ നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്തൊരു നല്ല ജോലി ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി പത്രമൊക്കെ മേടിച്ച് വിതരണം ചെയ്തു. ഇവിടെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രവർത്തനം, കാരുണ്യപ്രവൃത്തിയൊക്കെ കുറേ ചെയ്തു. പക്ഷേ 3 മാസമായി, പുതുക്കേണ്ട സമയമായി, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്താ, ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, എല്ലാം ചെയ്തിട്ടും എനിക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പം, അച്ഛൻ ഓരോ കാര്യങ്ങളിങ്ങനെ പ്രസംഗത്തിലൂടെ പറയുമ്പോൾ അത് അച്ഛൻ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം എന്നെപ്പറ്റിയാണല്ലോ എന്നെനിക്ക് തോന്നിത്തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അപ്പോൾ ഞാൻ അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങി. ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് ആൾക്കാരെ ഒരുപാട് പേരെ പറഞ്ഞ് അനേകം പേരെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ, അനാഥാലയത്തിൽ പോയി പത്രം വിതരണം ചെയ്തു. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഭായിമാർ ഒരുപാട് ആൾക്കാർ പണിയാനൊക്കെ വരുന്നുണ്ട്. ഞാൻ ഹിന്ദി പത്രം വാങ്ങി ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് വിതരണം ചെയ്തു. തമിഴ്ക്കാരൊക്കെ ഇടയ്ക്കുണ്ട്, തമിഴ് പത്രം മേടിച്ചുകൊണ്ട് അവർക്ക് വിതരണം ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു വൈഫിൻ്റെ ഫോണിലേക്ക്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ മാൾട്ടയിൽ ഐഡൻറ്റിറ്റി മാൾട്ടയിൽ അവർ ആപ്ലിക്കേഷൻ വെച്ചതിൻ്റെ ഒരു മെസ്സേജായിരുന്നു. അത് 1.5 വർഷമായപ്പോഴാണ് അവർ ആപ്ലിക്കേഷൻ വെച്ചത്. അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി 2ാമത് പുതുക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യങ്ങൾ സ്പീഡിൽ നടന്നു. 3 മാസം കൊണ്ട് എല്ലാം ഓക്കെ ആയി. VFSൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. മാൾട്ടയ്ക്ക് ഒക്ടോബർ 5-ാം തീയതി മാൾട്ടയ്ക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ജോലി ഇല്ല. അതിന് മുമ്പേ പോയ ആൾക്കാർക്ക് ജോലിയില്ല. ആകപ്പാടെ 2-3 മണിക്കൂറൊക്കെയാണ് ജോലി കിട്ടുന്നത്. അവിടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ചിലവാണ്. പിന്നെ ഞാൻ ഒരു 2 മാസത്തോളം അവിടെ താമസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് പിന്നെയും പൈസ ഇട്ട് കൊടുക്കേണ്ടി വന്നു. ഒരുപാട് പൈസ മുടക്കായി. അപ്പോൾ ഇതെല്ലാം പലിശയ്ക്കും ബാങ്ക് ലോണൊക്കെ ആയിട്ട് എടുത്ത പൈസകളായിരുന്നു. ഒന്നും നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്നു. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഇറ്റലിയിൽ നമുക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അമ്പിളി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അമ്പിളിനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം കേട്ടതേ അമ്പിളി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം, എങ്ങനെയാലും ഇവിടുന്ന് അവിടുന്ന് പോരാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 15 ദിവസം കൊണ്ട് മാൾട്ടയിൽ നിന്ന് ഇറ്റലിക്ക് പോകാൻ പറ്റി. അവിടെ ചെന്ന് 8 ദിവസം പോലും റൂമിലിരിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഇറ്റലിയിൽ ജോലി ചെയ്തു വരുന്നു. ഞങ്ങൾ ആദ്യം ആഗ്രഹിച്ച അതേ സ്ഥലത്ത് തന്നെ മാതാവ് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. പിന്നെ അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ മകൾ, ഇവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
കഴിഞ്ഞ ഓണപരീക്ഷയുടെ സമയത്ത് ഇവക്കൊരു കണ്ണിലസുഖം വന്നു. ഒരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കണ്ണിലസുഖം സുഖമായി കഴിഞ്ഞപ്പോഴത്തേനും ഇവളെ കാണുന്നതെല്ലാം രണ്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം അത് കുഴപ്പമില്ലായിരിക്കും, അത് കാര്യമാക്കിയില്ല. അവൾ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്, മാങ്കടവ് കാർമൽ മാത എന്ന് പറയുന്ന ഹോസ്റ്റലിൽ. അവിടെ അവർ സിസ്റ്റർമാർ വിളിച്ചു, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ അടിമാലിൽ ആശുപത്രി കൊണ്ടുപോയി. അടിമാലിലെ 3 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. അങ്ങനെ ഒരു 15 ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഇവക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, എല്ലാം രണ്ടായിട്ട് കാണുന്നു, തലവേദന. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് അടിമാലിയിൽ നിന്ന് അങ്കമാലി ആശുപത്രിയിലേക്ക് അവർ പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് MRI സഹിതം എല്ലാം ചെയ്തു. അവിടെ 2 ദിവസം അഡ്മിറ്റായി, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു കണ്ണാടി കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ തലവേദന, ഛർദ്ദിക്കാൻ വരവ്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വളരെ കൂടുതലായി. അപ്പോൾ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു കണ്ണാടി മാറ്റി കൊടുത്തു, എന്നിട്ടും രക്ഷയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സങ്കടം എന്ന് പറഞ്ഞാൽ ഇവളുടെ ഭാവി പോകുന്നു. അന്നേരം ക്രിസ്മസ് പരീക്ഷ പിന്നെ അടുത്ത് വരുന്നു. 2 മാസം ഒന്നും പഠിച്ചിട്ടില്ല, എന്ത് ചെയ്യും എന്ന് ഞങ്ങളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തൈലവും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു തോന്നലുണ്ടാവുകയാണ്, നീ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ കൃപാസനത്തിൽ പോയാൽ പോരെ, അച്ഛനെ കണ്ടാൽ പോരെ എന്ന് എനിക്കിങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുക. അപ്പോൾ എന്നോട് കുറേ കൂട്ടുകാർ പറഞ്ഞു, കൂത്താട്ടുകുളത്ത് ശ്രീധരിയ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, കണ്ണിലും നല്ല ഹോസ്പിറ്റലാണ്, അവിടെ പോയാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കൂത്താട്ടുകുളത്ത് വന്ന് അവിടെ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്താൽ 100% പ്രതീക്ഷിക്കുന്ന വകയില്ല. നമ്മളെ കാണിച്ചു തന്നു. അവരിങ്ങനെ നോക്കുമ്പം ഒരു വലത് കണ്ണിലെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക് തെന്നി മാറിപ്പോവുകയാണ്. അപ്പം ഓപ്പറേഷൻ ചെയ്താൽ എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഇവൻ്റെ ഇളയ ആളും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇവിടേക്കാണ് വന്നത്. ഇവിടെ വന്നത് രാത്രിയായി. ഇവിടെ ഞങ്ങൾ പള്ളിയിലൊന്ന് ജസ്റ്റ് അടയ്ക്കാനായി. ഇവിടെ വന്ന് പള്ളിയിലൊന്ന് കയറാൻ പറ്റി. കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് പുറത്ത് താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്ന് അച്ഛന് കാണാൻ ടോക്കൺ കിട്ടി. അച്ഛൻ ഇവിടെ ഗേറ്റ് നിർത്തി ആൾക്കാരെ നിർത്തി പ്രാർത്ഥിച്ചപ്പം ഞാൻ അവിടെ നിന്ന് കരയുന്നു, കൊച്ച് ഇവിടെ ഇരുന്ന് കരയുന്നു. അപ്പോൾ അച്ഛൻ ഇവളോട് ചോദിച്ചു, എന്താ മോളെ നിനക്ക് പറ്റിയെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം ഇവള് കരച്ചിലാണ്. ഇവള് പറഞ്ഞു, എനിക്കറിയത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തല കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം കൊച്ചിന് ഒരു കുഴപ്പമില്ല. ആദ്യത്തെ അതേ അവസ്ഥ തന്നെ, ഒരു കുഴപ്പമില്ല. കണ്ണ് നന്നായിട്ട് കാണാൻ പറ്റുന്നു. എല്ലാം ആ നിമിഷം തന്നെ സൗഖ്യം പ്രാപിച്ചു. അതിന് ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ പത്രങ്ങളിലും വിതരണം ചെയ്യുന്നു. പിന്നെ പാവങ്ങൾ, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ശരിക്കും നമുക്ക് മറ്റുള്ളവരുടെ എല്ലാ വിഷമങ്ങളും കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ സാധാരണക്കാരുടെ എല്ലാ വിഷമങ്ങളും കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോറിക്ഷ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് നമ്മളെക്കാട്ടിലും ഒരുപാട് നിവൃത്തിയില്ല, ഭയങ്കര രോഗങ്ങളും പീഡകളും ബുദ്ധിമുട്ടുകളുമായിട്ട് വലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരൊക്കെ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തെങ്കിലും പൈസ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിലേക്ക് അനേകം ആൾക്കാരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോൺസൺ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ബസ്സിനാണ് വന്നത്. 48 ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇനിയാണെങ്കിലും മുമ്പോട്ട് ഈശോയെയും മാതാവിനെയും കൂടുതൽ അറിയുവാനും
ആ രീതിയിൽ ഉടമ്പടിയിൽ തന്നെ മുമ്പോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു.